ദുരന്തർ ദി റിവെഞ്ച്. തിയേറ്റർ റിലീസ് 3 മണിക്കൂർ 48 മിനിറ്റ് ആയിരുന്നു. നെറ്റ്ഫ്ലിക്സിൽ റിലീസായിരിക്കുന്നത് 3 മണിക്കൂർ 52 മിനിറ്റിൻ്റെ കട്ടാണ്. കൂടുതലുള്ള 4 മിനിറ്റിൽ വയലൻസ് രംഗങ്ങളുടെ സെൻസർ ചെയ്യാത്ത ഭാഗങ്ങളാണുള്ളത്. തലവെട്ടി ഫുട്ബോൾ കളിക്കുന്നതും കണ്ണിൽ സിറിഞ്ച് കുത്തി കയറ്റുന്നതും ക്ലൈമാക്സ് രംഗത്തിലെ കാലുകൾ മുറിച്ചു മാറ്റുന്നതുമൊക്കെ ക്ലോസ് ഷോട്ടിൽ കാണിച്ചിട്ടുണ്ട്. ഇന്ന് ദുരന്തർ ദി റിവെഞ്ചിലെ കുറച്ച് ഹിഡൻ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. സിനിമ ആരംഭിക്കുന്നത് ഈ ഒരു ക്യാപ്ഷനോട് കൂടിയാണ്: Your duty is to uphold dharma, never to claim the reward. Let not the promise of victory guide you. The battlefield summons, be relentless in action. ഭഗവത് ഗീത ചാപ്റ്റർ 2 വേഴ്സ് 47. സിനിമയുടെ മുഴുവൻ ആത്മാവിനെയും ഈ കോട്ട് നിർവചിക്കുന്നുണ്ട്. ഭഗവത് ഗീതയിലെ കർമ്മയോഗി എന്ന ആശയത്തെ പോലെ നായകൻ തൻ്റെ കടമ നിർവഹിക്കുന്നത് വിജയം, പ്രശസ്തി, വ്യക്തിപരമായ നേട്ടം, അതോടൊപ്പം ജീവൻ പോലും കണക്കാക്കാതെയാണ്. സിനിമയിൽ ഉടനീളം കാണിക്കുന്ന ചാരപ്രവർത്തനങ്ങൾ, കൊലപാതകങ്ങൾ, കൗണ്ടർ ടെറർ ഓപ്പറേഷൻസ്, രാഷ്ട്രീയ കളികൾ എന്നിവ വെറും ഹീറോയിസം ആയിട്ടല്ല, മറിച്ച് ഒരിക്കലും അവസാനിക്കാത്ത യുദ്ധഭൂമിയായാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നെവർ ക്ലെയിം ദ റിവാർഡ് എന്നത് ഇൻ്റലിജൻസ് ഏജൻസ് ചെയ്യുന്ന ജോലികൾക്ക് അംഗീകാരം ലഭിക്കാതെ പോകുന്ന യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്കുമ്പോൾ, ദി ബാറ്റിൽ ഫീൽഡ് സമൺസ് എന്നത് ഇന്ത്യ പാകിസ്ഥാൻ രഹസ്യ യുദ്ധത്തെ ഒരു ആധുനിക കുരുക്ഷേത്രമാക്കി മാറ്റുന്നു. അവിടെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ പ്രവർത്തിക്കുകയാണ് യഥാർത്ഥ ധർമ്മം. കഥ ആരംഭിക്കുന്നത് യു.പിയിലെ അലഹബാദിലെ ചാക്യ കോളനി കാണിച്ചുകൊണ്ടാണ്. ചാക്യ കോളനി പണ്ട് മുതലേ ഇന്ത്യയിൽ പ്രസിദ്ധമായിരിക്കുന്നത് ആതിഖ് അഹമ്മദ് എന്ന രാഷ്ട്രീയക്കാരനായ ഗ്യാങ്സ്റ്ററിൻ്റെ പേരിലാണ്. സിനിമയിലും തുടർന്ന് കാണിക്കുന്നത് ഈ സ്ഥലത്ത് വെച്ച് തുടങ്ങുന്ന ജസ്കിരത്തിൻ്റെ പ്രതികാരമാണ്. ആതിഖ് അഹമ്മദിനുള്ള പ്രാധാന്യവും സിനിമയിൽ പിന്നീട് പറയുന്നുണ്ട്. ആതിഖ് അഹമ്മദിൻ്റെ സങ്കേതത്തിൽ ചെന്ന് ഡ്രഗ്സ് വാങ്ങുന്നതിൻ്റെ ഒപ്പം കുറച്ച് സാധനങ്ങൾ കൂടി വേണമെന്ന് പറഞ്ഞ് മറ്റൊരു ലിസ്റ്റ് കൊടുക്കുന്നുണ്ട്. അതിലെഴുതിയിരുന്നത് AK-47 1, മാഗസിൻ 2, ഗ്ലോക്ക് 1 എന്നിവയായിരുന്നു. AK-47 എന്നത് റൈഫിൾ കാറ്റഗറിയിൽപ്പെട്ട തോക്കും, മാഗസിൻ എന്നത് റൈഫിളിലേക്ക് കണക്ട് ചെയ്യുന്ന ബുള്ളറ്റുകൾ നിറച്ച വസ്തുവും, ഗ്ലോക്ക് എന്നത് ചെറിയ പിസ്റ്റൾ തോക്കുമാണ്. ഇതെല്ലാം എഴുതിയിരിക്കുന്നത് ഹിന്ദിയിലാണ്. അതുകൊണ്ടാണ് ഇതൊരു ഡീറ്റെയിലായി പറഞ്ഞത്. പക വീട്ടാനായി തയ്യാറെടുക്കുന്ന ജസ്കിരത്തിനോട് കൂട്ടുകാരൻ പറയുന്നത്, നിന്നെ ആർമി യൂണിഫോമിൽ കാണണം എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്നാണ്. അതിനു മറുപടിയായി ജസ്കിരത്ത് പറയുന്നത്, ഈ ജന്മം ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി കൊടുത്തു, ഇനിയൊരു ജന്മം എനിക്ക് വാഹ് ഗുരുജി തരികയാണെങ്കിൽ ഞാനത് രാജ്യത്തിന് വേണ്ടി നൽകും എന്നാണ്. വാഹ് ഗുരുജി എന്നത് സിഖുകാരുടെ വിശ്വാസത്തിലെ പരമോന്നതനായ ദൈവമാണ്. സിനിമ ശ്രദ്ധിച്ചാൽ ജസ്കിരത്ത് നടത്തുന്ന കൂട്ടക്കുരുതിക്ക് ശേഷം മരണത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ശേഷം മറ്റൊരു ജീവിതം കിട്ടുകയും ചെയ്യും. വാക്കു പറഞ്ഞതുപോലെ ജസ്കിരത്ത് തൻ്റെ രണ്ടാമത്തെ ജന്മം രാജ്യത്തിന് വേണ്ടി പൂർണ്ണമായും നൽകുകയും ചെയ്തു. ജസ്കിരത്തിന് കീഴ്ക്കോടതി വിധിച്ചത് 7 വർഷത്തെ തടവായിരുന്നു. അതിനുശേഷം കേസ് നടക്കുന്നത് ഹൈക്കോടതിയിലാണ്. ഈ ഒരു സീനിൽ ജസ്സി നടന്നു വരുമ്പോൾ പുറകിലായി ഒരു ബോർഡ് കാണാം: പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോർട്ട് എന്ന്. കഥ നടക്കുന്ന 2000-ൽ മാത്രമല്ല, ഇപ്പോഴും പഞ്ചാബിനും ഹരിയാനയ്ക്കും പൊതുവായ ഒരു ഹൈക്കോടതിയാണുള്ളത്. അത് 2 സംസ്ഥാനങ്ങളുടെയും തലസ്ഥാനമായ ചണ്ഡീഗഡിലാണ്. ഇതൊരു കൃത്യമായ ഡീറ്റെയിലിംഗ് ആണ്. ജസ്കിരത്തിനോട് അജയ് സന്യാൽ പറയുന്ന വരികൾ: सूरा सो पहचानिए जो लड़े दीन के हित, पुरजा पुरजा कट मरे कबो न छड्डे खेत. സിഖ് ഭാഷയിലുള്ള ഇതിൻ്റെ അർത്ഥം, നീതിക്കും ധർമ്മത്തിനും വേണ്ടി പോരാടുന്നവനാണ് ഒരു യഥാർത്ഥ യോദ്ധാവ്. ഓരോ അവയവവും മുറിഞ്ഞാലും അവൻ ഒരിക്കലും യുദ്ധക്കളം ഉപേക്ഷിക്കില്ല എന്നാണ്. ഏറ്റവും പ്രശസ്തമായ സിഖ് സാഹസികതയുമായി ബന്ധപ്പെട്ട വരികളാണിത്. സിഖ് മതത്തിലെ 10ാമത്തെ ഗുരുവും സിഖ് ഐഡൻറ്റിറ്റിയെ ഉറപ്പിക്കുകയും സമർത്ഥരായ സിഖ് യോദ്ധാക്കളുടെ സംഘമായ ഖൽസയെ രൂപീകരിക്കുകയും ചെയ്ത ഗുരു ഗോബിന്ദ് സിംഗിൻ്റെതെന്ന് കരുതപ്പെടുന്ന വരികളാണിത്. ഒരു യഥാർത്ഥ സിഖുകാരൻ്റെ ഉള്ളിൽ ഈ വാചകങ്ങൾക്കുണ്ടാക്കാൻ കഴിയുന്ന ഭക്തി, സമത്വം, ധൈര്യം എന്നത് അളക്കാൻ കഴിയാത്തതാണ്. ഇവിടെ അജയ് സന്യാൽ ജസ്കിരത്തിനെ വഴികാട്ടുകയാണ്. ആരാണ് യഥാർത്ഥ സിഖുകാരൻ എന്ന് ഉദ്ബോധിപ്പിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിലെത്തിയ ഹംസ താമസിക്കാൻ റൂം എടുക്കുന്ന ഹോട്ടലിൻ്റെ ഉള്ളിൽ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അത് അഫ്ഗാനിസ്ഥാൻ്റെ നാഷണൽ ഹീറോ എന്നറിയപ്പെടുന്ന മിലിറ്ററി കമാൻഡറും പൊളിറ്റീഷ്യനുമായിരുന്ന അഹമ്മദ് ഷാ മസൂദിൻ്റേതാണ്. ഉസൈറിനെ ATA പ്രകാരം ജയിലിൽ അടയ്ക്കാമെന്നും അവിടെ വെച്ച് കൊല്ലാമെന്നുമുള്ള ഐഡിയയാണ് ജമാലി സർവാരി സാഹിബിനോട് പറയുന്നത്. ATA എന്നാൽ ആൻറ്റി ടെററിസം ആക്ട് ആണ്. 1997-ൽ നിലവിൽ വന്ന തീവ്രവാദത്തിനെതിരെയുള്ള പാകിസ്ഥാനിലെ ഏറ്റവും ശക്തമായ നിയമമാണിത്. ഇങ്ങനെ നിയമമൊക്കെ ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നതാണ് വാസ്തവം. ATA വാറണ്ട് വന്നിട്ടുണ്ട്, ഉസൈർ എത്രയും പെട്ടെന്ന് നാട് വിടണം എന്ന് പറയുന്ന സീൻ. ഈ സീനിൽ ഉസൈർ ദേഷ്യത്തോടെ തോക്കുമായി പോകുമ്പോൾ ഹംസ ഉസൈറിനെ തടഞ്ഞ് കയ്യിലെ തോക്ക് വാങ്ങുന്നുണ്ട്. തോക്ക് വാങ്ങി ഹംസ അതിൽ നിന്നും മാഗസിൻ വേർപെടുത്തിയാണ് മേശപ്പുറത്ത് വയ്ക്കുന്നത്. ഇത് വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു രംഗമാണ്. തോക്ക് വാങ്ങി മേശപ്പുറത്ത് വയ്ക്കുമ്പോൾ മാഗസിൻ ഊരി വയ്ക്കുന്നത് ഉസൈർ വീണ്ടും അതെടുത്താൽ പെട്ടെന്ന് വെടിവെക്കാൻ കഴിയരുത് എന്ന ഉദ്ദേശത്തോടെയാണ്.
ദുബായിൽ ഇറങ്ങുന്ന ഉസൈറിനെ പോലീസ് പിടിച്ചുകൊണ്ടു പോകുന്ന രംഗം. ഈ സംഭവങ്ങൾ നടക്കുന്നത് ഏതാണ്ട് 2010-12 കാലഘട്ടത്തിലാണ്. ഈ സീനിൽ ദുബായ് പോലീസിൻ്റെ കാറിലെ ലോഗോ 2018 ഏറ്റവും പുതിയ ഡിസൈനാണ്. ഇതൊരു മിസ്റ്റേക്കാണ്. 4 BUF തീവ്രവാദികളെ എൻകൗണ്ടർ ചെയ്ത് കൊന്നതിനു പകരം അസ്ലം ചൗധരിക്ക് പ്രസിഡന്റ് ആതിഖ് അൽ സർവാരി ധീരതയ്ക്കുള്ള പുരസ്കാരം നൽകുന്നതായുള്ള വാർത്ത കാണിക്കുന്നുണ്ട്. ഈ അവാർഡിൻ്റെ പേര് തംഗ-ഇ-ഇംതിയാസ് എന്നാണ്. ഇത് പാകിസ്ഥാനിലെ മികച്ച ഒരു സിവിലിയൻ അവാർഡാണ്. ഇതിൻ്റെ പരിഭാഷ ഏതാണ്ട് മെഡൽ ഓഫ് എക്സലൻസ് അഥവാ മികവിനുള്ള പുരസ്കാരം എന്നൊക്കെയാണ്. സിനിമയിൽ സഞ്ജയ് ദത്ത് അവതരിപ്പിച്ച അസ്ലം ചൗധരി യഥാർത്ഥത്തിൽ പാകിസ്ഥാനിലെ ഒരു പോലീസ് ഓഫീസറെ ബേസ് ചെയ്ത് തന്നെയാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. റിയൽ പാകിസ്ഥാൻ ഹിസ്റ്ററിയിൽ ഒറിജിനൽ ചൗധരി അസ്ലം ഖാന് തംഗ-ഇ-ഇംതിയാസ് കിട്ടിയിട്ടുണ്ട്. ബലോച്ചിലെ കുട്ടികളെ കൊന്നുവെന്ന വാർത്ത കേട്ടതിന് ശേഷം ഹംസ പാർട്ടി മാറുവാൻ തീരുമാനിച്ചു. ഹംസയും ജമാലിയും ചെന്ന് കാണുന്നത് അപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ മുസ്ലിം മൂവ്മെൻറ്റ് പാർട്ടിയുടെ പ്രസിഡൻറ്റുമായ നവാബ് ഷഫീഖിനെയാണ്. ഇത് റിയൽ പൊളിറ്റിക്സിലെ പാകിസ്ഥാൻ മുസ്ലിം ലീഗിൻ്റെ ലീഡറായ നവാസ് ഷെരീഫിനെയാണ് സൂചിപ്പിക്കുന്നത്. മേജർ ഇക്ബാലും ഹംസയും ചേർന്ന് ബഡേ സാഹബ് അതായത് ദാവൂദ് ഇബ്രാഹിമിനെ കാണാൻ പോകുന്ന രംഗം. അവർ ചെല്ലുന്നത് വൈറ്റ് ഹൗസ് 13 ക്ലിഫ്ടൺ എന്ന അഡ്രസ്സിലേക്കാണ്. യഥാർത്ഥത്തിൽ കറാച്ചിയിലെ പ്രശസ്തമായ ക്ലിഫ്ടൺ ഏരിയയിലെ ഭൂട്ടോ ഫാമിലിയുടെ വസതിയാണിത്. അതായത് രാഷ്ട്രീയപരമായി ബഡേ സാഹബിന് അഭയം നൽകിയിരിക്കുന്നത് ബേനസീർ ഭൂട്ടോ, ആസിഫ് അലി സർദാരി എന്നിവരാണെന്നാണ് സിനിമ പറയുന്നത്. ബഡേ സാഹബിനെ കണ്ടതിന് ശേഷം ആലംഭായിയുമായി സംസാരിക്കുമ്പോൾ ഡൈമീഥൈൽ മെർക്കുറി വേണമെന്ന് ഹംസ പറയുന്നുണ്ട്. ഈ ഡൈമീഥൈൽ മെർക്കുറി തൊലിയുടെ മുകളിൽ പറ്റിയാൽ പോലും തൊലിയിലൂടെ വളരെ വേഗത്തിൽ രക്തത്തിലേക്ക് കലരാൻ കഴിയുന്ന കെമിക്കലാണ്. 0.1 മില്ലിലിറ്ററിനേക്കാൾ കുറഞ്ഞ അളവാണെങ്കിൽ പോലും ഒരാളെ കൊല്ലാൻ കഴിയുന്ന രാസവസ്തുവാണിത്. ഏറ്റവും അപകടകാരിയായ ഒരു കെമിക്കലാണിത്. ഇതിന് നിറവുമില്ല. മയക്കുമരുന്ന് കടത്താൻ വരുന്നവർക്ക് വേണ്ടി ഹംസയുടെ വീട്ടിൽ നടത്തുന്ന പാർട്ടി. ഈ ഒരൊറ്റ രംഗത്തിൽ മാത്രമാണ് ഒരേ സമയം ഇന്ത്യയിൽ നിന്നുള്ള 4 സ്പൈ ഏജൻസും ഒരുമിച്ച് ഒരു സന്ദർഭത്തിൽ വരുന്നത്. ജമീൽ ജമാലി, ഹംസ, ആലംഭായ്, റിസ്വാൻ 4 പേരെയും ഈ ഒരു പാർട്ടിയിൽ അങ്ങിങ്ങായി കാണാം. ദുബായ് എയർപോർട്ടിൽ വന്നിറങ്ങി ഹംസ കയറി പോകുന്ന വാഹനത്തിൻ്റെ നമ്പർ 666 ആണ്. ഇത് ചെകുത്താൻ്റെ സംഖ്യയായി കണക്കാക്കുന്ന വിശ്വാസങ്ങൾ ഒരുപാടുണ്ട്. ദുബായിൽ വെച്ച് ഇന്ത്യൻ ഇൻ്റലിജൻസ് ഓഫീസർമാരെ ഹംസ കാണുന്ന രംഗത്തിൽ സുശാന്ത് ബൻസാൽ പറയുന്ന ഒരു വാർത്ത അമേരിക്കയിൽ വെച്ച് ജാവേദ് ഖനാനിയുടെ സഹോദരൻ അൽത്താഫ് ഖനാനിയെ പിടികൂടി എന്നാണ്. ഇന്ത്യയിലേക്ക് ഫേക്ക് കറൻസി കയറ്റുമതി ചെയ്യുന്ന ഖനാനി കാലിയ ഇൻ്റർനാഷണൽ എന്ന കമ്പനി ഈ ഖനാനി സഹോദരന്മാരുടേതായിരുന്നു. അതിൽ ഒരാളെ പിടികൂടിയ വാർത്തയാണ് പറയുന്നത്. 60,000 കോടി രൂപയുടെ കള്ളനോട്ടുകൾ നിറച്ച പ്രിൻറ്റിംഗ് പ്രസ്സിലേക്ക് ഹംസ വരുന്ന രംഗം. അവിടെ വെച്ച് ജാവേദ് ഖനാനി കാണാതെ ഒരു ഫേക്ക് കറൻസി ഹംസ കോട്ടിൻ്റെ പോക്കറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ആ നോട്ട് ഉപയോഗിച്ച് ഏത് പ്രിൻറ്റിംഗ് മെഷീൻ അല്ലെങ്കിൽ പ്രിൻറ്റിംഗ് സോഴ്സ് ആണ് ഉപയോഗിച്ചത്, അതിൻ്റെ സീരിയൽ നമ്പർ ഉപയോഗിച്ച് ഇതിനു മുൻപ് സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഫേക്ക് കറൻസികൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക, പേപ്പർ ക്വാളിറ്റി മനസ്സിലാക്കുക, ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ട്രേസ് ചെയ്യുക തുടങ്ങിയ ഫോറൻസിക് ആവശ്യങ്ങൾക്കും തുടരന്വേഷണങ്ങൾക്കും ആ ഒരു നോട്ട് ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ തൻ്റെ മിഷൻ പൂർത്തിയാക്കി എന്നതിനുള്ള തെളിവായും ആ നോട്ടിനെ ഏജൻറ്റിന് പ്രസൻറ്റ് ചെയ്യാൻ കഴിയും. സിനിമാറ്റിക് സിംബോളിസം നോക്കിയാൽ സർവൈവ് ചെയ്ത ഒരു കള്ളനോട്ട് പ്രതിനിധീകരിക്കുന്നത് ഒരിക്കലും പൂർണ്ണമായും കള്ളനോട്ടുകൾ തകർക്കാൻ കഴിയില്ല എന്നതുമാവാം. ജാവേദ് ഖനാനിയെ കൊല്ലുന്ന രംഗം. കള്ളനോട്ടുകൾ പ്രിൻ്റ് ചെയ്യുന്ന ഖനാനി കാലിയ കമ്പനിയുടെ മുകളിൽ നിന്നും താഴേക്ക് തള്ളിയിട്ടാണ് ജാവേദിനെ ഹംസ കൊല്ലുന്നത്. താഴേക്ക് വീഴുന്ന ജാവേദ് ഒരു ട്രാൻസ്ഫോമറിൽ കുടുങ്ങുകയും കറണ്ട് അടിച്ചു മരിക്കുകയുമാണ് സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ ജാവേദ് ഖനാനിക്ക് സംഭവിച്ചത് ഇതേപോലെയുള്ള മരണം തന്നെയായിരുന്നു. തൻ്റെ കമ്പനിയുടെ മുകളിൽ നിന്നും താഴേക്ക് വീണ് ട്രാൻസ്ഫോമറിൽ കുടുങ്ങി കറണ്ട് അടിച്ചു മരിച്ചു. മരണകാരണം വ്യക്തമല്ലായിരുന്നു. അതുകൊണ്ട് പാകിസ്ഥാൻ പോലീസ് എഴുതി ചേർത്തത് കാല് തെറ്റി താഴേക്ക് വീണു മരിച്ചു എന്ന് മാത്രമാണ്. സിനിമയിൽ ആ മരണം ഇന്ത്യൻ സ്പൈ ഏജൻറ്റ് മൂലമാണെന്ന് വരുത്തുകയാണ് ചെയ്തത്. ആതിഖ് അഹമ്മദിനെ കുറിച്ചുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് കാണിക്കുന്ന രംഗം. ആ കഥാപാത്രം റിയൽ ഇന്ത്യൻ പൊളിറ്റിക്സിലെ ഉത്തർപ്രദേശിൽ നിന്നുള്ള ആതിഖ് അഹമ്മദ് എന്ന ഗാങ്സ്റ്ററും പൊളിറ്റീഷ്യനുമായ വ്യക്തിയെക്കുറിച്ചാണ്. സിനിമയിൽ കാണിക്കുന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ കൊടുത്തിരിക്കുന്ന വിവരങ്ങളെല്ലാം ആതിഖ് അഹമ്മദിനെ കുറിച്ചുള്ള വിക്കിപീഡിയ പേജിൽ നിന്നുള്ള വിവരങ്ങൾ അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്തതാണ്. യഥാർത്ഥ രാഷ്ട്രീയത്തിലെ പാർട്ടിയുടെ പേര് മാറ്റി മറ്റൊന്നാക്കി എന്ന് മാത്രം. മുറീദ് കെ മദ്രസയുടെ അകത്ത് ടെററിസ്റ്റ് ട്രെയിനിങ് നടക്കുമ്പോൾ അവിടെ ഒരു ബ്ലാക്ക് ബോർഡ് കാണിക്കുന്നുണ്ട്. അതിൽ ഉറുദു ഭാഷയിൽ വലിയ അക്ഷരങ്ങളോടെ എഴുതിയിരിക്കുന്നത് ബറൂദ് എന്നാണ്. അതിനർത്ഥം എക്സ്പ്ലോസീവ്സ് അഥവാ സ്ഫോടക വസ്തു എന്നാണ്. ആ ബോർഡിൽ വരച്ചിരിക്കുന്നത് സിമ്പിൾ ടൈമർ സർക്യൂട്ട്, ട്രിഗറിംഗ് അസംബ്ലി, ഗ്രനേഡിൻ്റെ അകത്തുള്ള ഭാഗങ്ങളുടെ വിശദീകരണം തുടങ്ങിയവയാണ്. ബേസിക്കലി ബോംബും സ്ഫോടക വസ്തുക്കളും ഒക്കെ ഉണ്ടാക്കുന്ന വിധമാണ് അതിലുള്ളത്. മോദി ഗവൺമെൻറ് ഇന്ത്യയിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ടി വിയിൽ ഇന്ത്യൻ വാർത്തകൾ കാണിക്കുന്ന ചാനലിൻ്റെ പേര് ന്യൂ ഇന്ത്യ റവല്യൂഷൻ എന്നാണ്.
അതുപോലെ അജയ് സന്യാൽ ഫോണിൽ നോക്കുന്ന ഓൺലൈൻ മീഡിയയുടെ പേരും ന്യൂ ഇന്ത്യ റെവല്യൂഷൻ എന്നാണ്. പുതിയ ഗവൺമെൻറ് ഇന്ത്യയുടെ വലിയൊരു പരിവർത്തനത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നാണ് ഉദ്ദേശിച്ചത്. മേജർ ഇക്ബാൽ തൻ്റെ അച്ഛനായ ബ്രിഗേഡിയർ ജഹാംഗീറിനെ കൊല്ലുന്ന രംഗം. ഇക്ബാൽ പറയുന്നത് 1971 പാകിസ്ഥാൻ വിഭജിക്കാൻ കാരണമായത് തൻ്റെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി പേടിത്തൊണ്ടനായ ജഹാംഗീർ തൻ്റെ ഒപ്പമുണ്ടായിരുന്ന പട്ടാളക്കാരെ ഇന്ത്യൻ സൈന്യത്തിന് ഒറ്റിക്കൊടുത്തതുകൊണ്ടായിരുന്നു എന്നാണ്. ഇവിടെ പറയുന്നത് ബംഗ്ലാദേശ് ലിബറേഷൻ വാറിനെ കുറിച്ചാണ്. 1947 ഇന്ത്യയിൽ നിന്നും വിഭജിച്ചത് വെസ്റ്റ് പാകിസ്ഥാൻ എന്നും ഈസ്റ്റ് പാകിസ്ഥാൻ എന്നും അറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായി വേറിട്ട് കിടക്കുന്ന രണ്ട് ഭാഗങ്ങളായിട്ടായിരുന്നു. 1971 പ്രശ്നങ്ങൾക്ക് ശേഷം വെസ്റ്റ് പാകിസ്ഥാൻ പാകിസ്ഥാനായും ഈസ്റ്റ് പാകിസ്ഥാൻ ബംഗ്ലാദേശായും മാറി. യുദ്ധത്തിൽ ഇന്ത്യൻ പട്ടാളത്തിന് മുൻപിൽ ധാക്കയിൽ വെച്ച് പാകിസ്ഥാൻ പട്ടാളം സറണ്ടർ ആവുകയും ബംഗ്ലാദേശ് രൂപീകരിക്കപ്പെടുകയും ചെയ്തു. സിനിമയിൽ മേജർ ഇക്ബാൽ ബ്രിഗേഡിയർ ജഹാംഗീറിനെ കുറ്റപ്പെടുത്തുന്നത് ആ യുദ്ധം തോറ്റത് പാകിസ്ഥാൻ്റെ ശക്തി കുറയാൻ കാരണമായെന്നും അതിനു കാരണം ജഹാംഗീർ നാണമില്ലാതെ പട്ടാളക്കാരെ ഒറ്റിയതും ആണെന്നാണ്. ഒരു ഹിന്ദുസ്ഥാനി കാഫിറിൻ്റെ തലവെട്ടി മുഷറഫിൻ്റെ മേശപ്പുറത്ത് വെച്ചവനാണ് മേജർ ഇക്ബാൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മേജർ തൻ്റെ മുഖത്തെ മുറിപ്പാടിലൂടെ തൊട്ടുകൊണ്ടാണത് പറയുന്നത്. മായാത്ത ആ മുറിവിന് പിന്നിൽ ആ ഹിന്ദുസ്ഥാനി ആയിരുന്നു എന്നും അവർ തമ്മിൽ വലിയൊരു പോരാട്ടമൊന്നും നടന്നിട്ടുണ്ട് എന്നും മനസ്സിലാവും. മേജർ ഇക്ബാൽ എന്നത് പാകിസ്ഥാനി തീവ്രവാദിയായിരുന്ന ഇല്യാസ് കശ്മീരിയെ ആസ്പദമാക്കി തയ്യാറാക്കിയ കഥാപാത്രമാണ്. 2000 ഇല്യാസ് കശ്മീരിയും കൂട്ടരും ഇന്ത്യയിലേക്ക് കടന്ന് ജമ്മു കാശ്മീരിലെ രജൗരി ഡിസ്ട്രിക്റ്റിലെ അശോക് ലിസണിംഗ് പോസ്റ്റിലെ 7 ഗാർഡുമാരെ കൊല്ലുകയും അതിൽ ഭൗസാഹേബ് മാരുതി തലേക്കർ എന്ന ഗാർഡിൻ്റെ തല വെട്ടിയെടുത്ത് പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോയി എന്നത് നടന്ന സംഭവമാണ്. ഇതിൻ്റെ പേരിൽ ഇല്യാസ് കശ്മീരിക്ക് മുഷറഫ് നേരിട്ട് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. ഇവിടെ ആ സംഭവമാണ് മേജർ ഇക്ബാലിൻ്റേതായി വിവരിക്കുന്നത്. ISIയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തി ഹംസയെ ഇന്ത്യയിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ജമീൽ ജമാലി കൊടുക്കുന്ന ഇന്ത്യൻ പാസ്പോർട്ടിൽ ഹംസയ്ക്ക് പുതിയൊരു പേരാണ്, ശൗര്യ ഭരദ്വാജ്. പാകിസ്ഥാനിലേക്ക് പോകുന്നതിന് മുൻപ് ജസ്കിരതിന് നൽകുന്ന ട്രെയിനിങ് ഇന്ത്യൻ ആർമിയിലെ കൗണ്ടർ ടെററിസം മിഷൻ ട്രെയിനിങ് ആണ്. ഇട്ടിരിക്കുന്ന ബനിയൻ്റെ മുകളിൽ ബലിദാൻ എന്ന് എഴുതിയിരിക്കുന്നതും ബലിദാൻ ബാഡ്ജിൻ്റെ ചിഹ്നവും കാണാം. ഇന്ത്യൻ ആർമിയിലെ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ട്രെയിനിങ്ങുകൾ കഴിയുന്നവർക്കാണ് ബലിദാൻ ബാഡ്ജ് നൽകുക. 2 ഭാഗങ്ങളായി വന്ന സിനിമ പറയുന്ന സംഭവങ്ങളുടെ ടൈം ലൈൻ ഒന്ന് നോക്കാം. 1999 IC-814 വിമാന ഹൈജാക്ക്. ഇന്ത്യ ഭീകരരെ വിട്ടയക്കേണ്ടി വരുന്നു. ഓപ്പറേഷൻ ദുരന്തർ എന്ന ആശയത്തിൻ്റെ പ്രധാന ട്രിഗർ. 2000 ജസ്കിരത് സിംഗ് റാങ്കി സൈനിക പരിശീലനത്തിനായി പോകുന്നു. വീട്ടുകാർ രാഷ്ട്രീയ പ്രതികാര ആക്രമണത്തിന് ഇരയാവുന്നു. പിന്നീട് അതിന് പ്രതികാരമായി ജസ്സി കൊലപാതകം നടത്തി അറസ്റ്റിലാകുന്നു. 2001 ഇന്ത്യൻ പാർലമെൻറ്റ് ആക്രമണം. ഇതിനുശേഷം ഇന്ത്യൻ ഇൻ്റലിജൻസ് രഹസ്യ ഏജൻസി പ്രതികാര ദൗത്യമായി ഓപ്പറേഷൻ ദുരന്തർ ആരംഭിക്കുന്നു. 2002 ജസ്കിരതിനെ രഹസ്യമായി ജയിലിൽ നിന്ന് പുറത്തെടുക്കുന്നു. റോ ജസ്സിയെ കവേർട്ട് ഓപ്പറേറ്റീവ് ആക്കുന്നു. 2004 ഹംസ അലി മസാരി എന്ന വ്യാജ തിരിച്ചറിയലിൽ കറാച്ചിയിലേക്ക് കയറി ചെല്ലുന്നു. അണ്ടർ കവർ മിഷൻ ആരംഭിക്കുന്നു. 2004 മുതൽ 2007 വരെ ലിയാരി ഗ്യാങ് ലോകമാണ്. ജ്യൂസ് കടയിൽ ജോലി, ഗ്യാങ് പൊളിറ്റിക്സ് മനസ്സിലാക്കൽ, വിശ്വാസം നേടൽ, ബലൂച്ച് ഗ്യാങ്ങുമായി ബന്ധം സ്ഥാപിക്കൽ. 2008 മുംബൈ ആക്രമണം സിനിമയിലെ പ്രധാന ടേണിംഗ് പോയിൻ്റായി വരുന്നു. മിഷൻ കൂടുതൽ വ്യക്തിപരവും ക്രൂരവുമാകുന്നു. 2009 മുതൽ 2012 വരെയുള്ള കാലഘട്ടം ഹംസ ലിയാരിയിലെ ശക്തനായ വ്യക്തിയായി ഉയരുന്നു. ഗ്യാങ് യുദ്ധങ്ങൾ, ISI ബന്ധങ്ങൾ, ഭീകര ഫണ്ടിംഗ്, രാഷ്ട്രീയ നിയന്ത്രണം, റഹ്മാൻ ദക്കയത്തുമായിട്ടുള്ള ഏറ്റുമുട്ടൽ, അവസാനം ഹംസ റഹ്മാൻ ദക്കയത്തിനെ കൊല്ലുന്നു. 2012-13 കാലഘട്ടം ഹംസ എതിർ ഗ്യാങ്ങുകളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, രാഷ്ട്രീയത്തിലേക്ക് കയറുന്നു, രാഷ്ട്രീയ കുടുംബവുമായി ബന്ധപ്പെടുന്നു, ടെററിസ്റ്റ് ഫണ്ടിംഗ് നെറ്റ്വർക്ക് തകർക്കുന്നു. 2014 ഇന്ത്യയിലെ രാഷ്ട്രീയ മാറ്റവും ശക്തമായ ദേശീയ സുരക്ഷാ നയവും സിനിമയിൽ പരാമർശിക്കുന്നു. 2016 ഓപ്പറേഷൻ ഗ്രീൻ ലീഫ് എന്ന പേരിൽ ഡീമോണിറ്റൈസേഷനെ കവേർട്ട് എക്കണോമിക് വാർഫെയർ ആയി സിനിമ ഫിക്ഷണലൈസ് ചെയ്യുന്നു. ഈ ഡീമോണിറ്റൈസേഷന് സത്യത്തിൽ ഓപ്പറേഷൻ ഗ്രീൻ ലീഫ് എന്നൊരു പേര് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല. അത് സിനിമയിൽ മാത്രം നൽകിയതാണ്. ഫേക്ക് കറൻസി നശിപ്പിക്കൽ, ടെറർ ഫണ്ടിംഗ് മുറിച്ചു മാറ്റുക, ബ്ലാക്ക് മണി തടയുക. ഇതിൻ്റെ അവസാനമായി അൺനോൺ മെൻ എന്ന രഹസ്യ അസാസിനേഷൻ നെറ്റ്വർക്ക് അതിർത്തിക്ക് അപ്പുറമുള്ള ഭീകര ബന്ധമുള്ളവരെ ഇല്ലാതാക്കാൻ തുടങ്ങുന്നു. ഇത് റിയൽ വേൾഡ് കവേർട്ട് അസാസിനേഷൻ തിയറികളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ടൈം ലൈൻ തെറ്റുകൾ ഒരുപാടുണ്ട്. സിനിമയിൽ കാണിക്കുന്ന തുടർച്ചയായി പാകിസ്ഥാനിലെ പ്രമുഖരായ ഗാങ്സ്റ്റേഴ്സിനെയും ടെററിസ്റ്റ് നെറ്റ്വർക്കിലെ ആളുകളെയും കൊല്ലുന്നത് 2023 മേജർ ഇക്ബാൽ ഇൻസ്പയർഡ് ആയിരിക്കുന്ന ഇല്യാസ് കശ്മീരി കൊല്ലപ്പെടുന്നത് 2011 അതും അമേരിക്കയുടെ ഒരു ഡ്രോൺ ആക്രമണത്തിലാണ്. ഇന്ത്യക്ക് യാതൊരു പങ്കുമില്ല. അതായത് ഇല്യാസ് കശ്മീരി മോദി ഗവൺമെൻറ് വരുന്നതിന് മുൻപ് തന്നെ കൊല്ലപ്പെട്ടിരുന്നു. സിനിമയിൽ കാണിക്കുന്നത് മോദി ഗവൺമെൻറ് വന്നതിന് ശേഷം അയാൾ കൊല്ലപ്പെടുന്നതായിട്ടാണ്.
കൃത്യമായ കാലഘട്ടങ്ങൾ പറയാതെ നടന്ന സംഭവങ്ങളെ മാത്രമാണ് സിനിമ എടുത്തിട്ടുള്ളത്. ശേഷം ആ സംഭവങ്ങളെയൊക്കെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുകയും ചെയ്തിരിക്കുന്നു. പലപ്പോഴായി നടന്ന ഇന്ത്യയുടെ ആൻറ്റി ടെററിസ്റ്റ് പ്രവർത്തനങ്ങളെ ഒരു പർട്ടിക്കുലർ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് നടന്നതെന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ഇതുകൊണ്ടൊക്കെ തന്നെ ദുരന്തർ ഒരു പ്രൊപ്പഗാണ്ട സിനിമ തന്നെയാണ്. വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലിലെ മറ്റ് വീഡിയോകൾ കൂടി കാണൂ. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.